ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ് ഇത്. എനിക്കൊരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം ബ്ലാക്ക് കസ്കസ് ഒന്ന് കുതിർക്കാൻ വെക്കണം. അതിനായിട്ട് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം കസ്കസ് എടുത്ത് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 2 വലിയ നാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 4 ഗ്ലാസ് ലൈം ജ്യൂസിന് വേണ്ടിയുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പം അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവെല്ലാം മാറ്റി പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്. പലരും മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് കുടിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞാണ് ചേർക്കുന്നത്. കുരുവെല്ലാം മാറ്റിയിട്ട് പിഴിഞ്ഞെല്ലാം ചേർക്കാം. ഒരു വർഷം മുമ്പാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ഒരു ജ്യൂസ് ഷോപ്പിൽ ഞാനത് കുടിക്കാനിടയായത്. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് ജ്യൂസിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അത് പൈനാപ്പിളാണ്. ചെറിയൊരു കഷ്ണം പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ലൈം ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത്. ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ആ ജ്യൂസ് ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, അരയാൻ വേണ്ടി മാത്രം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കാൻ നോക്കണം. അപ്പം നാരങ്ങയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അരിച്ചെടുക്കാം. പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി കസ്കസ് ചേർക്കണം. കസ്കസ് കൂടെ ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് മാത്രം തണുപ്പ് മതി, അതുകൊണ്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിക്കകത്ത് തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് അടിച്ചാൽ മതി. പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർ. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ പച്ചമുളക് വെറുതെ ഞാനത് ഇട്ട് കൊടുക്കുകയാണ് ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.